ദേവു ദേവു താഴേക്ക് നോക്ക്. ശത്രു ദേവു ചാടല്ലേ. എന്താണ് ഒരു കാര്യം കാണിച്ചോ. ഓടുവാ അപ്പിടം മുട്ടി ഓടുന്നു രണ്ട് വ്യക്തികൾ. എവിടെ ബാത്റൂം? എവിടെ ലൈറ്റ്? അതിനുള്ളിലാണ് ലൈറ്റ്. വീട് അതാ ലൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് നമ്മളുടെ സെക്കൻഡ് ഡേ ഓഫ് ഊട്ടിയാണ്. സോ ഞങ്ങള് രാവിലെയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങള് ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. സ്ഥലത്തിന്റെ പേര് അവലാഞ്ചി എന്നാണ് ഗൈസ്. ഒരു അവലാഞ്ചെ എന്നാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഭയങ്കര വാലി ഹില്ലി ടൈപ്പ് ഏരിയ ആണെന്നൊക്കെയാണ് പപ്പ പറഞ്ഞത്. ഇത് നമുക്ക് വഴി നല്ല സീനറി ഉള്ള സ്ഥലങ്ങളാണ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് പോയൊക്കെ ആദ്യമായിട്ടാണ് പോണത്. രാവിലെ തന്നെ മേക്കപ്പിലാണല്ലോ. ഈ ബാക്ക് ബോക്സ് വിട്ടുള്ള കളിയില്ല കേട്ടോ. ജോൺ ഹോനായിന്റെ മാതിരിയാണ് അമ്മച്ചി ആ പെട്ടി പിടിക്കാൻ കൊടുക്കുന്നില്ല, അതാണ് സത്യം. കേട്ടാലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ റൂം മാറിയിട്ടോ. ഞങ്ങൾ ഇന്നലെ മേളത്തെ റൂമിൽ നിന്ന് ഇപ്പൊ താഴത്തെ റൂം എടുത്തിട്ടുണ്ട്. രണ്ട് റൂമുണ്ട്, ഒരു ഹാളുണ്ട്. നമ്മൾ രണ്ടു കൂട്ടര് ഫാമിലി കോട്ടേജ്. ഫ്രണ്ട്സ്, നല്ല മഴക്കാറുണ്ട് കേട്ടോ. മാത്രല്ല ഇന്നലെ രാത്രിയിൽ മഴ പെയ്തോന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ഇടി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച സ്വപ്നം കാണുകയാണ് വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ ഇടി തന്നെ, ശരിക്കുള്ള ഇടി തന്നെ. കൂനൂർ റൂട്ടിനാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുന്നൂരോ? ഒരിക്കൽ അങ്ങോട്ടല്ലേ പോവാ? ഇടത്തോട്ട് അങ്ങോട്ട്. അപ്പർ ഭവാനി കണ്ടൂല. ഈ റൂട്ടിനാട്ടോ പോവാ. ആ വഴിയാണെങ്കിൽ കൂന്നൂര്, ഈ വഴി നല്ല സീനറി ഉള്ള സ്ഥലം കണ്ടപ്പോ ഞങ്ങളൊന്ന് നിർത്തിയതാട്ടോ. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഇത് നമ്മളെ പുറകില് നിയമോളം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമ്മള് കണ്ടില്ല. ശ്രീകുട്ടി എന്റെ ബാക്കിലെന്തോ ഒച്ചയൊക്കെയുണ്ട്. ഒരു ചീറ്റ സൗണ്ട് ആണോ? ഇവിടെ സ്ലൈഡ് പോലെയല്ലേ, നമ്മളെ ഇരുന്നെടുത്താൽ മതി, അങ്ങനെ പൊക്കോളും. ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ അത്. നമ്മളിതിൽ പാസ് ചെയ്ത് പോയി 100 പ്രാവശ്യം. പക്ഷെ നമ്മളെ ഏതായിരുന്നു മലയാള സിനിമ കൃഷ്ണകുടി സമ്മറിമ്പത്തിലെ അതിനകത്ത് ലൗഡെയിൽ സൈഡ് സൂം ചെയ്ത് നമുക്ക് ഇറങ്ങാട്ടോ. നമ്മൾ ആ ടോയ് ട്രെയിനിൽ കേറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് തിരിച്ചു വരുമ്പോ വരാം. മരം നോക്കി, രണ്ട് സൈഡിലുള്ള മരം. പക്ഷെ ഫോണില് കാണുമ്പോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് നല്ല ഇങ്ങോട്ട് പോയെത്തി. ഫ്രണ്ട്സ്, ഞങ്ങക്ക് ചെറുതായിട്ട് വഴിയൊന്ന് തെറ്റി. അല്ല തെറ്റി അറിയില്ലല്ലോ. അവിടെ പോണവന് ഫോറസ്റ്റ് അടിപൊളി. ഇവിടെ കാട്ടുപോത്തുണ്ടാവും കേട്ടോ. ഓണടിച്ചോ വണ്ടി. ശരിക്കും ഊട്ടി എന്നൊക്കെ പറയുമ്പോ ഇങ്ങനത്തെ സ്ഥലങ്ങളാല്ലേ. നമ്മള് ടൗണില് വന്ന് പോകുമ്പോ നമുക്ക് ഇങ്ങനത്തെ സ്ഥലമാണ്. ഈ പാർക്കുകളൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഒരു പ്രാവശ്യം കാണാൻ മാത്രമുള്ളത് തന്നെ ഉള്ളൂ. സിനിമയെ കാണുന്ന, അതെ, സിനിമയെ കാണുന്ന ഊട്ടിക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ദേവ് പറഞ്ഞാട്ടോ കറക്റ്റ്. അവലാഞ്ചിന്ന് ഞാൻ അവലാഞ്ചിന്ന് പറഞ്ഞു. ദേവ് തെറ്റി പറഞ്ഞാണെങ്കില് സംഗതി അവലാഞ്ചിന്ന്. ഞാൻ പറഞ്ഞത് കറക്റ്റ്. ആദ്യായിട്ട് ക്യാരറ്റ്, ഉള്ളി, അതിന്റെ ഒക്കെ ഗോഡൗൺ ആട്ടോ ഇവിടെ. ഹോൾസെയിൽ കടയാണോ അത്?
പോയിക്കൊണ്ടിരിക്കണത്. ചാരാപ്പാർക്കം കൃഷിയുണ്ടോ അവിടെ? ഞാനിങ്ങനെ ആലോചിക്കുന്നു എത്ര സ്ഥലങ്ങൾ ഇങ്ങനെ നീണ്ടു നടന്ന് കിടക്കുന്നു ഊട്ടിയിൽ. ഊട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു ടൗണും ചുറ്റുവട്ടത്തുള്ള കുറച്ച് ബോട്ട് ഹൗസും ഗാർഡൻസും മാത്രമല്ലേ മനസ്സിൽ വരുള്ളൂ. പക്ഷെ നോക്കി എന്തോരം കൃഷി സ്ഥലങ്ങളും തേയിലയും തൂക്കൊക്കെ. ഇവിടെ തേയിലേനേക്കാൾ കൂടുതൽ കൃഷിയാണ് കേട്ടോ. മറ്റേ ക്യാരറ്റ്, ഉള്ളി അങ്ങനത്തെ കൃഷികളാണ് നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കേട്ടോ. അപ്പൊ നേരെ റൂട്ടിലാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ അടിപൊളി ഒരു സ്പോട്ടിൽ നിർത്തിയേക്കാണ്. നമുക്ക് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വ്യൂ പോയിന്റിന്റെ ഇവിടെ തന്നെ ഒരു ചായക്കട ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി ചായ കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അവലാഞ്ചിക്ക് പോവുകയാണ്. അവലാഞ്ചേന്നാണ് ഗൂഗിളിൽ കൊടുത്തേക്കണം, പക്ഷെ ഇവിടെ ബോർഡിലും അവലാഞ്ചിന്ന് കൊടുത്തേക്കണേ. 2 പ്രാവശ്യം തെറ്റി ചെറുതായിട്ട്. ഗൂഗിൾ മാപ്പ് അത് അവർ പറഞ്ഞു, അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു ഗൂഗിൾ മാപ്പിൽ റോങ് സ്ഥലം കാണിക്കും. ഇതൊരു ലേക്കാണ്, അപ്പോൾ അത് അതിന് ചുറ്റും സ്പോട്ടുണ്ട്. അപ്പം ഏല പോയാലും ലേക്കിൻ്റെ അങ്ങോട്ട് എത്താം. അപ്പോൾ ഞങ്ങൾ പോയത് വേറെ വഴി, അവിടെ വെള്ളം ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പം പൊതുവെ വെള്ളം കുറവാണെന്ന് പറഞ്ഞു. ഞാനും പോയി. ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഫ്രണ്ട്സ്, ഞങ്ങൾ ലേക്കിന്റെ അവിടെ എത്തിയ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് പോയാലും അവിടെ ആയിരിക്കും. അതാണ് വെള്ളമൊക്കെ കമ്മി എന്ന് പറഞ്ഞത്. മറ്റേതാ തേയിലേന്റെ അവിടെ വരെ കയറി കിടക്കുന്നുള്ളൂ. ആണോ? ഫോട്ടോയിലുണ്ട്. ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 40 രൂപ, വണ്ടിക്ക് 50 രൂപ, കുട്ടികൾക്ക് 20 രൂപ. ആണോ? പിന്നെ അവിടെ പാർക്കിങ്ങും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടെന്നാ പറഞ്ഞത്. ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയിട്ട് തോന്നില്ല. അവിടെ ഇറങ്ങി 1 കിലോമീറ്റർ നടക്കണ്ടായിരുന്നു ഈ ലേക്കിനായിട്ട്. ഈ ലേക്കിന്റെ കരഭാഗം കണ്ടോ, മണ്ണായി കിടക്കണ്. അവിടെയൊക്കെ ശരിക്കും പച്ചപ്പാണ് സീസൺ ടൈമിൽ. ആനിമൽസ് അല്ലെ, ഉണ്ണിമോള ഗ്ലാസ് ബുക്ക് മാത്രമേ കയറുള്ളൂ. ഞങ്ങൾ അങ്ങനെ അവലാഞ്ചിയിൽ എത്തിയിരിക്കുന്നു. നല്ല അടിപൊളി വഴികളൊക്കെ ഇരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നിന്ന് എന്തോ അങ്ങോട്ട് എന്തോ പോവാനുണ്ട്. അവലാഞ്ചി അവരുടെ ഈ ജീപ്പിലാ തോന്നുന്നു നമ്മൾ പോവാം. ഈ ജീപ്പിലോ ഉണ്ടോ? കോട്ടേജ് ഇവരുടെ ജോലിക്കാർ താമസിക്കുന്ന സ്ഥലമാണോ അത്? അപ്പൊ ജീപ്പിന് പോവായിരുന്നു. ബാക്ക് ഫുൾ ഫോറസ്റ്റ്. നമ്മൾ ഈ ഫോറസ്റ്റ്, അതെ, നമ്മൾ ഈ ഫോറസ്റ്റിൽ കൂടെ അല്ലേ വന്നത്. അതാണ് നല്ല രസമുണ്ട്. നമുക്ക് ആ മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണം. അതല്ലേ നമ്മള് ഈ ഇതില് ചിത്രം മൂവിയിൽ കാണുന്ന പൈൻ മരത്തോട്ടത്ത് കൂടെ. ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ട്. സീനറി കാണാന് നല്ല രസമുണ്ട്. ദേവും ദിയയും ഇവിടുന്ന് ഒരു റീൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിന്റെ ഇടയിൽ കൂടെ നല്ല രസമുണ്ട്. മീൻസ് അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് തോന്നുന്നത് ഫോറസ്റ്റിക്കുള്ള സവാരി നടത്തുന്നില്ലേ 1 hourന്റെ. ഇതിലെയാണ് ലേക്കിലേക്ക് പോവാ, നടന്നു പോണത്. ഇതിന്റെ അതെ, ഒരു ചെറിയൊരു മഴക്കാറുണ്ട് കേട്ടോ. നമുക്ക് പോയാലോ? ഇവിടെ റീല് ഷൂട്ട് ചെയ്യാണ്. ഞാൻ ഇതിന്റെ മുകളിൽ കയറി, ഈ ചെരിഞ്ഞടക്കണ മരത്തിന്റെ മുകളിൽ. ഇതിലോ? അമ്മേ, I feel okay when I see you smile. നല്ല മഴക്കാറുണ്ട് ഫ്രണ്ട്സ്. പെട്ടെന്ന് മഴ പെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മഴ കൊള്ളും. പണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പണ്ട് വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. അതെ, വെള്ളം വറ്റിയതാണ്. ഫ്രണ്ട്സ്, ഇവിടെ അരുവി ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള താഴ്വരയാണ്. പക്ഷെ അവിടെ പുല്ലൊക്കെ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു അരുവി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല, മഴ ചാറുന്നുണ്ട്.
നമുക്ക് പോവാം, പുഷ്പവട്ടോർക്ക് അങ്ങോട്ടൊക്കെ പോവാം. പക്ഷെ നമുക്ക് അപ്പം മഴ പെയ്യും. എല്ലാവരും തിരിച്ചു പോവാണ് ഫ്രണ്ട്സ്, ഇതിനാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. നമ്മളെ ഊട്ടിയിലുള്ള മിനി സ്വിറ്റ്സർലാൻഡ്. ഇതേ മണ്ണിടിഞ്ഞു പോയതാ തോന്നുന്നു കേട്ടോ. അത് ഇത്രയും വീതി കൂടാൻ കാര്യം അതെ. അങ്ങോട്ട് ഇത്ര അടുത്തേക്കല്ലേ. ചാടല്ലേ. അവര് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടിരിക്കട്ടോ. ഞങ്ങള് നിക്കണം. പക്ഷെ മഴച്ചാറിലുണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്. ഫ്രണ്ട്സ്, ഞാനിവിടെ ലേക്കിൽ വന്നതാണ്. ഇവിടെ വെള്ളമൊന്നുമില്ല, അത്രയ്ക്കും കുറെ വറ്റിപ്പോയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ വരെ വെള്ളമുണ്ട്. അവിടെയല്ലേ ദൂരെയാണ് കുറച്ച് വെള്ളമുള്ളൂ. ഒരു കുളമായിട്ടൊരു ഡാമാണ്. ഇതാണ് ലേക്ക്. നമുക്കൊന്ന് ഇവിടെ ഇറങ്ങി നോക്കാം, പക്ഷെ അത്രയ്ക്കും ദൂരം നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരും പോയിട്ടില്ല എന്നാ തോന്നുന്നു അങ്ങോട്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇതിലെ താഴത്ത് കൂടെ ഇറങ്ങിട്ടോ. അപ്പൊ അവർക്ക് ഞങ്ങളെ കാണാണ്ടാവില്ല. അവർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളിത് എവിടെ പോയി. അപ്പൊ നമ്മൾ ഇതിലെങ്ങനെ പോയിട്ട് അവരെ സർപ്രൈസ് ചെയ്യും. അമ്മയുടെ ഞാൻ സ്ലിപ്പാന്ന് വിചാരിച്ചു. ഇത്രയും എന്ത് കയറ്റാണ്. ഫ്രണ്ട്സ്, ഫോണിന്റെ രണ്ടിന്റെയും ചാർജ് തീർന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോ വന്ന വഴിക്ക് പോവാ, വണ്ടി എടുത്തിട്ട് പോകുന്ന വഴിക്ക് നല്ല മാഗിയൊക്കെ തിന്നാം. ഒരു കൊല ക്യാരറ്റ് വാങ്ങി, ഫ്രഷ് ക്യാരറ്റ്. നമ്മൾ ഫ്രഷ് ക്യാരറ്റ് ഇങ്ങനെ എടുക്കുന്നു, കളഞ്ഞിട്ട് ഇങ്ങനെ. ഞങ്ങള് പിന്നെ വണ്ടിയിൽ കയറി ഇരുന്നു കേട്ടോ. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. പിന്നെ അതുമല്ല, 2 ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല, ഓഫായി പോയി. ഇപ്പം കുത്തിയിട്ട് ചാർജ് ചെയ്തുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ചകളല്ല കേട്ടോ അങ്ങോട്ട് പോകുമ്പോ കാണുന്നത് അല്ലേ. ഇത് നോക്കി, ഇത് ഫുള്ള് ക്യാരറ്റ് ആണ്. പിന്നെ അപ്പുറം ഭാഗം ഫുള്ള് തേയിലയാണ്. ക്യാരറ്റ് ഇങ്ങനെ കുന്നുപോലെ അല്ലേ. നമ്മള് സാധാരണ ഈ പാടത്തൊക്കെ അല്ലേ ക്യാരറ്റ് കണ്ടിട്ടുള്ളൂ. ഇത് തേയില പോലെ, തേയില കുന്നു പോലെയല്ലേ കാണുന്നത്. അതേപോലെ തന്നെ ക്യാരറ്റും കാണുന്നുണ്ട് കേട്ടോ. ഇത് തേയിലയാണ്, ഇപ്പുറത്ത് കാണുന്നത് ഫുള്ള് ക്യാരറ്റ് ആണ്. ആണോ പച്ചപ്പ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഇതൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. നല്ല ഒരു ആംബിയൻസ്, ഇവിടെ മരവും റെയിൽവേ പാളവും ഒക്കെ രസമുണ്ട്. അതെല്ലേ, എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. അവർക്ക് വീട്ടിലേക്ക് വരണം പറഞ്ഞിട്ടേ ഇടയ്ക്കൊരു ഗസ്റ്റ് ഒക്കെ വരാറുണ്ടല്ലോ. ഞങ്ങൾ പാളത്തെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ട്രെയിൻ വരുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ട്രെയിന് ഓടിവാ. ഇവരൊക്കെ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നോട്ടു പായും ലോകം. സൈഡ് ഇവര് അങ്ങോട്ട് പോണ ആൾക്കാരായിരിക്കൂല്ലേ. ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ ട്രെയിൻ കണ്ടു. അതും 2 ട്രെയിനാണ് കണ്ടത്. ഞങ്ങൾ ട്രെയിൻ കാണുന്നു വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് പാളത്തിൽ ഇവിടെ നിന്നൊക്കെ ജസ്റ്റ് പിക്കെടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ട്രെയിൻ കണ്ടത്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ റൂമിൻ്റെ ആ ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട്. 5:20 5:30 ആവാനായി. അപ്പം
ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാം കേട്ടോ. ഡാർക്ക് ഉണ്ട് അല്ലേ? ഫ്രണ്ട്സ്, ഞാൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് മതി. ഞങ്ങൾ കഴിച്ചു തുടങ്ങിട്ടോ. സമയം എത്രയെന്ന് അറിയോ? ഇപ്പോഴും നോക്കിയത് 5:30. ഫ്രണ്ട്സ്, ഇതിൽ നിറച്ച് ജീരകം ടിഷ്യൂല് പൊതിഞ്ഞും പോക്കറ്റിലിട്ടിട്ടുണ്ട്. ബാബേ എന്താണ് കപ്പിടാൻ ഇവിടെ ബാത്റൂം ഉണ്ട്. ഞാൻ അവളോട് പറഞ്ഞു അവിടെ പോവാൻ. അവർക്ക് മാത്രല്ല ഇതൊക്കെ ഉണ്ട്. എന്നാ റൂമിൽ പോയിട്ട് പോവാ. നല്ല വെയില്, മീൻസ് കാർമേഘത്തിന്റെ ഉള്ളിൽ കൂടെ വരുന്നൊരു വെയില്. റൂം പോയിട്ട് പോവാ അല്ലേ? ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരണോ? ഓടുവാ, അപ്പിട മുട്ടിട്ട് ഓടുന്ന 2 വ്യക്തികൾ. എവിടെ ബാത്റൂം? എവിടെ ലൈറ്റ്? അതിനുള്ളിലാണ് ലൈറ്റ്. പോയിട്ട് അതാ ലൈറ്റ്. ഫ്രണ്ട്സ്, മോള് ബാത്റൂമിൽ കയറുന്നതിന് മുന്നിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ലൈറ്റ് ഉണ്ടാവണമെങ്കിൽ ആ സാധനം ഈ കീ അതിന് വിളിക്കണോ? അപ്പൊ ഓള് ചേച്ചി ലൈറ്റ് ഞങ്ങള് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് റെസ്റ്റ് ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ സമയം വീഡിയോന്റെ ക്ലിപ്പിന് മുമ്പ് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് റെസ്റ്റ് ആണ് എടുത്തത്. റൂമിലോട്ട് പോയപ്പോഴുള്ള തണുപ്പല്ല കഴിപ്പോ. എനിക്കൊന്നും അറിയണില്ല. ഷാള് വേണോ? വേണ്ടേ? നല്ല തിരക്കാണ്. വണ്ടി ടൗണിലോട്ട് ഇറങ്ങിയാലും പാർക്കിംഗ് സ്ഥലം ഉണ്ടാവില്ല. ബോട്ടാനിക്കൽ ഗാർഡന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മാർക്കറ്റിൽ വന്നതാണ്. ടിബറ്റൻ മാർക്കറ്റ് പറഞ്ഞിട്ട്. ഡ്രസ്സല്ല, സെറ്റേഴ്സ് ആണ് കൂടുതൽ. സെറ്റേഴ്സാണ്. പപ്പേനെ കുറച്ചു നേരത്തിൽ മിസ്സിങ് ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു. അപ്പൊ അപ്പേനെ ജിയമ്മോളെ മിസ്സിങ് ചെയ്യുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു മസാല ബോണ്ടേന്റെ അടുത്തുണ്ടാവും. എന്നൊന്നും എന്റെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞ മാതിരി എന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അപ്പൊ ചോദിക്കണ്ടേ? ഫ്രണ്ട്സ്, അപ്പം ഞാൻ ദാഹിപ്പൂരി കഴിച്ചു. ഇവര് പാനിപ്പൂരിയും ദാഹിപ്പൂരിയും കഴിച്ചു. എനിക്ക് പാനിപ്പൂരി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുക. അതന്നെ ദേവുവിന്റെ പിൻട്രസ്റ്റ് റേറ്റ് കൂടിപ്പോയി. ഈ ഒരു കടയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാർക്ക് അവിടെ ചെയ്ത് വന്നത്. 2500. എന്താ വേണ്ടത്? മുഖം മൂടിയോ? ഇത് നമ്മുടെ വീട്ടിലുണ്ട്. പുലിന്റെ അല്ലേ? ഇറങ്ങി ഞാൻ വീഡിയോ എടുക്കാൻ വെക്കല്ലേ? മറ്റേ നീരജ് മാധവൊക്കെ. എന്താ ലിപ്സ്റ്റിക് ആണത്? ലിപ്സ്റ്റിക് മേടിച്ചൊരു ലിബാം മേടിച്ചൊരു സാധനം അല്ല, ഇത് വർക്കിംഗ് അല്ലല്ലോ. വർക്കിംഗ്. ഇത് ലിപ് ഗ്ലോസ് ആണ്. ഹായ്, എന്താ പർച്ചേസ്? ഇതാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. എന്താ ഇവിടെ വില കൂടുതലോ കുറവാണോ? ഭയങ്കര വില. ഹായ് ഗേൾസ്. ഹായ് ബ്രോ. ഞങ്ങള് അങ്ങനെ 2 കളിപ്പാട്ടം വാങ്ങി തിരിച്ചു. 2 കളിപ്പാട്ടം, ഒരു കിരിക്കോ പിന്നെ ക്യാമറ ഫ്രാങ്കും.
ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തി. നാളെ ഞങ്ങൾ തിരിച്ചു പോകും ഗൈസ്. നാളെ നാളെ വെളുപ്പിന് മറ്റേ ആ സൺസെറ്റ് സൺറൈസ് അത് ചിലപ്പോൾ കാണാൻ പോകും ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്താം. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വിചാരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.